നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ 1000 ഗോൾ ലക്ഷ്യമിടുന്നു. ആ 1000 ഗോൾ ലക്ഷ്യമിടുന്നത് കൊണ്ട് അദ്ദേഹം സഹതാരങ്ങൾക്ക് പാസ് കൊടുക്കാതെ സെൽഫിഷായിട്ട് കൂടുതൽ മാറിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ ചോദ്യം റോബർട്ടോ മാർട്ടിനസിനോടാണ് ചോദിക്കുന്നത്. പോർച്ചുഗലിൻ്റെ കോച്ചിനോടാണ് ചോദിക്കുന്നത്. 1000 ഗോൾ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ക്രിസ്ത്യാനോ പോകുമ്പോൾ അദ്ദേഹം പാസ് കൊടുക്കുന്നത് കുറയുന്നില്ലേ എന്ന ചോദ്യം വരുമ്പോൾ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോച്ചിൻ്റെ മറുപടി, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വന്തം ക്വാളിറ്റിയിൽ മാത്രം ശ്രദ്ധിച്ചാണ് പോയിരുന്നതെങ്കിൽ അദ്ദേഹം അവിടെ മറ്റൊരു റെക്കോർഡ് തിരുത്തി കുറിച്ചേനെ. മറിച്ച് നോക്ക്, നിങ്ങൾ തുർക്കിക്കെതിരെയുള്ള ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുത്ത അസിസ്റ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ക്രിസ്ത്യാനോ സെൽഫിഷ് ആയിരുന്നെങ്കിൽ, സ്വന്തം റെക്കോർഡിൽ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ അന്ന് അങ്ങനെ സംഭവിക്കുമായിരുന്നോ? ആ അസിസ്റ്റ് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. സോ ഇത് ശരിയല്ല. ഞങ്ങളുടെ പ്ലേയേഴ്സ് ആരും പേഴ്സണലായിട്ടുള്ള ഗോൾസ് മനസ്സിൽ കണ്ട് കളിക്കുന്നവരല്ല. ക്രിസ്ത്യാനോയും അങ്ങനെയല്ല. ഞാൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ കണ്ടത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി, എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു മാക്സിമം റെസ്പോൺസിബിലിറ്റി. ടീമിന് വേണ്ടി ഒരു ടൂർണമെൻറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വമാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല എന്ന് തന്നെ റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറയുന്നു. അപ്പം ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കും, അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനോക്ക് ഇപ്പോൾ ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 1000 ഗോളുകൾ എന്നുള്ള ഒരു റെക്കോർഡിന് ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ലേ? ആ ടാർഗറ്റ് ക്രിസ്ത്യാനോ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, കാരണം ക്രിസ് അങ്ങനെ ഒരു 1000 ഗോൾ എന്നുള്ളത് വളരെ എക്സൈറ്റഡ് ആയിട്ട് എടുത്ത് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്രിസിന് ഇതൊക്കെ സ്വാഭാവികമാണ്. അദ്ദേഹം 950 ഗോളോ 1050 ഗോളോ എന്തടിച്ചാലും അദ്ദേഹത്തിൻ്റെ ലെഗസി ഒരുപോലെ തന്നെയായിരിക്കും. അത് എന്തായാലും മാറാനൊന്നും പോകുന്നില്ല. ബാക്കി ഇപ്പോൾ ഈ 1000 ഗോളിൻ്റെ കണക്കൊക്കെ ഔട്ട്സൈഡ് ടോക്കാണ്, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് തന്നെ പറയുന്നു. സോ ക്രിസ്ത്യാനോ 1000 ഗോൾ അടിച്ചാലും 950 ഗോൾ അടിച്ചാലൊക്കെ അദ്ദേഹത്തിന് ഒരുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലെഗസിക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. അദ്ദേഹം ആ രൂപത്തിൽ അതിനെ കാണുന്നുള്ളൂ എന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറയുന്നു. വീണ്ടും അദ്ദേഹത്തോട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കാരണം ഹയസ്റ്റ് ലെവലിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളല്ലേ, ഇനിയിപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അബ്സല്യൂട്ട്ലി, ക്രിസ്ത്യാനോക്ക് വളരെ കാമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒരുപാട് ഗെയിമുകൾ അദ്ദേഹം കളിച്ചു. ഇനി ഇപ്പം ക്രിസ് തീർച്ചയായിട്ടും ഗോളും അസിസ്റ്റും ഒക്കെ ആയിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ക്രിസിനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്, നന്നായിട്ട് വാല്യൂ ചെയ്യേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ ഗോൾ അടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇൻസൈഡ് ദി ബോക്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അസിസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അസിസ്റ്റ് ഒരു പക്ഷേ ഗോളിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കാണുന്നു. ഇൻ ജനറൽ അത് അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? 30 കളി കളിച്ചാൽ അതിൽ 25 ഗോൾ അടിക്കുന്ന ഒരു സ്ട്രൈക്കറെ കുറിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസൈഡ് ദി ബോക്സിലെ ബിഹേവിയറിന് ഞാൻ കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ ആ ഒരു ആളുകൾ സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഒബ്സഷനൊന്നും 1000 ഗോളിനോടുള്ള ആളല്ല. പുറമേ നിന്ന് ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ അത്തരത്തിലല്ല. എനിക്കത് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ക്ലബിൽ എങ്ങനെയാണോ അതൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഹിയർ ഇൻ ദി നാഷണൽ ടീം ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദേശീയ ടീമിൽ അദ്ദേഹം 1000 ഗോളിനൊരു പ്രാധാന്യം കൊടുത്ത് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെ റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.